ഒരു ഇതിഹാസം തന്നെയാണ് ഇപ്പോൾ വിട പറയുന്നത്. ഒരു സമര നൂറ്റാണ്ടാണ് അവസാനിക്കുന്നത്. അടിസ്ഥാന വിഭാഗത്തിൻ്റെതെന്ന് തനിക്ക് തോന്നുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്താത്ത നേതാവായിരുന്നു അനു ഉണ്ട് ആശുപത്രി പരിസരത്ത് നിന്നും. അനു അതീവ ദുഃഖകരമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അവിടെയുള്ള മനുഷ്യരുടെ മുഴുവൻ നെഞ്ചിൽ ആ നെരിപ്പോടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൻ്റെ വേദനയുണ്ടാകും. ഒരു സമര സൂര്യൻ തന്നെയാണ് വിടവാങ്ങുന്നത്. വിശദാംശങ്ങൾ വേലിക്കകത്ത് ശങ്കരൻ്റെയും അക്കമ്മയുടെയും മകനായി 1923 ഒക്ടോബർ 20 ഈ സമരസൂര്യൻ ജനിക്കുന്നത്, VS ജനിക്കുന്നത്. കാലം അദ്ദേഹത്തെ VS എന്ന 2 അക്ഷരത്തിലേക്ക് ചുരുക്കി വലുതാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. VS അനു ഉണ്ട് ആശുപത്രി പരിസരത്ത് നിന്ന്. അനു പറയാം. അഖില, ഇക്കഴിഞ്ഞ 23-ാം തീയതി മുതൽ ഇവിടെ നിന്ന് ഒരു തരത്തിലും റിപ്പോർട്ട് ചെയ്യാൻ ഇടവരരുതേ എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിച്ച ഒരു വാർത്തയാണ് VSൻ്റെ മരണം. ഇന്ന് ഏറെ വേദനയോടുകൂടി ആ വാർത്ത നമ്മൾ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. കേരളത്തിൻ്റെ സമരാവേശവും സമരസൂര്യനുമൊക്കെ ആയ VS അന്തരിച്ചിരിക്കുന്നു. 3:20 കൂടിയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം ആശുപത്രിയിൽ സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാം VS നമുക്ക് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഏതൊരു മനുഷ്യൻ്റെയും അവരുടെ ആശയും ആവേശവുമായിരുന്നു VS എല്ലാ കാലത്തും, അത് പാർട്ടിക്കുള്ളിലും അത് പൊതുസമൂഹത്തിലും ജീവിതത്തിലുമൊക്കെ ഒരു പോരാളി. നമുക്കറിയാം VSൻ്റെ 4-ാം വയസ്സിലാണ് ആദ്യം VSൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത്. അമ്മയുടെ മരണമാണ്. അതിനുശേഷം 7-ാം വയസ്സിൽ അച്ഛൻ്റെ മരണമുണ്ടാകുന്നു. ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ VS പൊരുതി, ജീവിതത്തോട് അങ്ങേയറ്റം പൊരുതി ഈ 102-ാം വയസ്സിൽ ഈ കഴിഞ്ഞ 21-ാം തീയതി മുതൽ അദ്ദേഹം ആശുപത്രി കിടക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പോരാട്ടം തന്നെയായിരുന്നു. അങ്ങനെ ഒരു പോരാട്ട സൂര്യനാണ് ഇന്നിവിടെ അസ്തമിച്ചിരിക്കുന്നത്. അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്ന, നമുക്കറിയാം നമ്മുടെ ഔട്ട്പുട്ട് എഡിറ്ററായിട്ടുള്ള അനീഷ് പ്രസവും പണ്ട് VSനെ കുറിച്ച് ഒരു വരി എഴുതിയിരുന്നു. അത് VS വിമതത്വത്തിൻ്റെ ദ്വയാക്ഷരി എന്നാണ്. അതായത് വിമതത്വം ഉണ്ടെങ്കിൽ അതിൻ്റെ ദ്വയാക്ഷരി VS ആണ്. അങ്ങനെ VS അടയാളപ്പെടുത്തിയ അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ പോരാട്ടം ഒക്കെ നമുക്ക് ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനും ഒക്കെ മാതൃകയാക്കാവുന്ന ഒരു ജീവിതം. പാർട്ടിയിലും ജീവിതത്തിലും അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളൊക്കെ തന്നെ അത് അത്രമേൽ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയുള്ള VSൻ്റെ മരണം ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്ന അനുവിലേക്ക് മടങ്ങി വരാൻ ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് സുജിത് ചന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. സുജിത്ത്, നീതിക്കും സമത്വത്തിനും വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് ഒരിക്കലും നിലയ്ക്കുന്നില്ല എന്ന വാക്യത്തെ അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കുന്ന ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ആ സമര സൂര്യൻ വിടവാങ്ങുകയാണ്. വിശദാംശങ്ങൾ. അഖില, അതെ, ആ യാഥാർത്ഥ്യത്തെ ഇനി രാഷ്ട്രീയ കേരളം ഉൾക്കൊണ്ടേ മതിയാവൂ. ഒരു നൂറ്റാണ്ടിലേറെ കേരളത്തിന് വേണ്ടി പോരടിച്ച VS എന്ന മഹാപ്രതിഭാസം ഇനിയില്ല. ഒരർത്ഥത്തിൽ VS സമരം ചെയ്ത VS മറ്റൊരു സമരമായി തീർന്ന് ജീവിച്ച കേരളം കൂടിയാണ് ഇല്ലാതെയാകുന്നത്. ഒരർത്ഥത്തിൽ ഇത് കേരളത്തിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ കൂടി മരണമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 1920 ആണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം ജനിക്കുന്നത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം അദ്ദേഹം കേരളത്തിനൊപ്പം ഉണ്ടായിരുന്നു. 23 ഒക്ടോബർ 20 ജനിച്ച അദ്ദേഹം 1999 തുലാം മാസം 4 VS വെന്തലത്തറ വീട്ടിൽ IN ശങ്കരൻ്റെയും അക്കമ്മയുടെയും മകനായി ജനിക്കുന്നത്. അങ്ങനെ ഒരു മനുഷ്യായുസിൻ്റെ സമയരേഖയിൽ കൊടുങ്കാറ്റ് കൂടുകൂട്ടിയ ഒരു കാലമാണിപ്പോൾ തീർന്നു പോയിരിക്കുന്നത്. കേരളം ഒരർത്ഥത്തിൽ രാഷ്ട്രീയമായും വൈകാരികമായും സ്തംഭിച്ചു നിൽക്കുന്ന സമയമാണത്. നികത്താനാവാത്ത നഷ്ടമെന്നൊക്കെ നമുക്ക് വലിയ സമയങ്ങളിൽ നമ്മൾ പറയാറുണ്ട്. പക്ഷേ എല്ലാ അർത്ഥത്തിലും ആ വാക്ക് ഏറ്റവും അർത്ഥപൂർണമായി മാറുകയാണ് ഇതേപോലെയുള്ള സന്ദർഭങ്ങളിൽ. VS പോരടിച്ച, നേരത്തെ പറഞ്ഞതുപോലെ VS മറ്റൊരു സമരമായി തീർന്നു ജീവിച്ച കേരളം ഇനിയില്ല. പക്ഷേ VSൻ്റെ പ്രസ്ഥാനത്തിനൊപ്പം ഒറ്റയ്ക്കും VS
വി എസിൻ്റെ പ്രസ്ഥാനം കൂട്ടായി മാറ്റിത്തീർത്ത കേരളം സമയസ്ഥലികളിലൊന്നും സ്തംഭിച്ചു നിൽക്കാതെ അനുസ്യൂതമായി തുടരും. ആ തുടർച്ചയ്ക്ക് ഊടും പാവും കൊടുത്ത കേരളത്തിൻ്റെ ആധുനിക കേരളത്തിൻ്റെ ശില്പികളിൽ തന്നെ ഒരാളായി മാറിയ വി എസ് ആണ് ഇപ്പോൾ ഇല്ലാതെയായിരിക്കുന്നത്. ഈ കാലം എന്ന് പറയുന്നത് എത്ര അർത്ഥപ്രസരമുള്ള വാക്കാണെന്ന് ഇതേപോലെയുള്ള ചില സന്ദർഭങ്ങളിലാണ് ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാതന്ത്ര്യ സമരകാലത്ത് ജീവിച്ച, സ്വാതന്ത്ര്യ സമരത്തിലേക്ക് സ്വയം എടുത്തുചാടി സ്വാതന്ത്ര്യ സമര പോരാളിയായി, പുന്നപ്ര പോരാളിയായി, അതിനുശേഷം ഇങ്ങോട്ട് വി എസ് മുഖ്യമന്ത്രിയായി മാറിത്തീർന്ന, പ്രതിപക്ഷ നേതാവായിരുന്ന, നിരന്തര സമരമായി വി എസ് ജീവിച്ച കാലം, വി എസ് മുറിച്ചു കടന്ന അനേകം കനൽപാതകൾ, വി എസ് താണ്ടിയ കുറ്റികൾ, വി എസ് വിറപ്പിച്ച കോട്ടമതിലുകൾ, അതൊക്കെ ഈ നിമിഷം കേരളം ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്. നൂറ്റാണ്ട് പിന്നിട്ട ആ മഹാജീവിതം ഇപ്പോൾ 3:20 ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് മഹാജീവിതത്തിന് പരിസമാപ്തിയായിരിക്കുന്നു. പക്ഷേ വി എസ് ശേഷിപ്പിച്ച, വി എസ് സ്വയം പോരാട്ടമായി മാറിക്കൊണ്ട് മാറ്റിത്തീർത്ത കേരളത്തിൻ്റെ ശേഷിപ്പുകൾ ഭൂമി മലയാളമുള്ളിടത്തോളം കേരളം എന്ന സങ്കല്പം നിലനിൽക്കുന്നിടത്തോളം, ഇന്ത്യ എന്ന സങ്കല്പം നിലനിൽക്കുന്നിടത്തോളം തന്നെയും തുടരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. വി എസ് ഇറങ്ങിത്തിരിച്ച, വി എസ് പോരടിച്ച പട്ടികപ്പെടുത്താനാവാത്ത പോർമുഖങ്ങളിൽ ഓരോന്നിനെയും കേരളം ഇപ്പോൾ ഓർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഓരോ ചരിത്ര സ്ഥലികളിലും സ്തംഭിച്ചു നിൽക്കുകയാണ്, ഘനീഭവിച്ചു നിൽക്കുകയാണ് ഇപ്പോൾ വി എസിൻ്റെ, കേരളത്തിൻ്റെ വി എസ് ഓർമ്മകൾ. വി എസിൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെയുള്ള ധാരാളം റിപ്പോർട്ടുകളൊക്കെ ഒരുപക്ഷെ ഇപ്പോൾ വരും. പക്ഷേ അതൊക്കെ കേരളത്തിൻ്റെ തന്നെ മനസ്സിൽ ഒരു പാഠപുസ്തകം പോലെ കേരളം മനസ്സിലാക്കി വച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അക്കമ്മ ചെറുപ്പത്തിലേ പോയ ബാല്യം, അച്ഛൻ അയ്യൻ ശങ്കരൻ വളർത്തിയ കൗമാരം പിന്നിടുമ്പോഴേക്കും അച്ഛനും നഷ്ടപ്പെട്ട്, പിന്നെ ആസ്പിൻവാൾ കയർ ഫാക്ടറിയിൽ തൊഴിലാളിയായി ചേർന്ന് തയ്യൽ തൊഴിലാളിയായി മാറി, അതിനുശേഷം കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാനും മത്സ്യത്തൊഴിലാളികളെ സംഘടിപ്പിക്കാനും ഒക്കെ ഇറങ്ങിത്തിരിച്ച് കർഷക തൊഴിലാളി പ്രസ്ഥാനം കേരളത്തിൽ വളർത്തി. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് ദിവാൻ CP-ക്കെതിരെ ഉത്തരവാദിത്ത ഭരണത്തിന് വേണ്ടി പോരടിച്ച് അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പുന്നപ്ര നടന്ന ഐതിഹാസികമായ സമരത്തിനെ രചിച്ച പ്രധാന നേതാക്കളിൽ ഒരാൾ. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് പ്രതിപക്ഷ നേതാവായി, മുഖ്യമന്ത്രിയായി, ഭരണ പരിഷ്കാര കമ്മീഷൻ ചെയർമാനായി ഒക്കെ വി എസ് ജീവിച്ച ആ ദീർഘകാലം ഇപ്പോൾ നമ്മൾ ഓർത്തെടുക്കുകയാണ്. നേരത്തെ നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്നതുപോലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി, ദിവാൻ CP-ക്കെതിരായി പുന്നപ്ര ദേശങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന സായുധ സമരത്തെ തുടർന്ന് ഒളിവിൽ പോയ വി എസിൻ്റെ കാലിൽ ബയണറ്റ് കുത്തിക്കയറ്റിയ കാര്യമൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. പാർട്ടി രഹസ്യങ്ങളും EMS-ൻ്റെയും കുന്തക്കാരൻ പത്രോസിൻ്റെയും ഒളിയിടം എവിടെയാണെന്നുമൊക്കെ ചോദിച്ച് അന്ന് ലോക്കപ്പിലിട്ട് ബോധം മറയുവോളം പോലീസ് തല്ലിയ വി എസ്, ചൂരലിനടിച്ച് കാൽവെള്ള പൊട്ടിച്ച വി എസ്. സുജിത്ത്, ഞാനൊന്ന് ഇടപെടുകയാണ്. സുജിത്തിലേക്ക് തിരിച്ചു വരാം.